വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ തൻ്റെ ഒരു ഐഡിയ സുസ്മിതയാണെങ്കിൽ ഡെയ്സിയോട് പറഞ്ഞ ശേഷം പറയുന്നുണ്ട്, ഇതൊരു ലക്ഷ്മണ രേഖയാണ്, ശിവന് ചുറ്റും നീ വരയ്ക്കുന്ന ലക്ഷ്മണ രേഖ, ഇതിൽ നിന്നും പുറത്തു പോകാനായിട്ട് ശിവന് സാധിക്കില്ല, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് എന്നുള്ളത് കാണിക്കുന്നില്ല. അതിനുശേഷം ഡെയ്സി വളരെ സന്തോഷത്തിലാണ്. ഈ സമയത്ത് ഉപേന്ദ്രനാണെങ്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞതിലും വളരെയധികം ഭംഗിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, വന്നാൽ കാണാം എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ഡെയ്സിയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഉഷാറാക്കുക, അതുപോലെ ഇരിക്കും നിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനോടൊപ്പം പോവുകയാണ്. അതിനുശേഷം ആ സ്കൂളിലെ ആ ഒരു മത്സരവേദി തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം എല്ലാ മത്സരവും കഴിഞ്ഞിട്ടുണ്ട്, ശിവൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അന്നേരം പ്രിൻസിപ്പൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ രക്ഷിതാക്കൾക്കും നന്ദിയൊക്കെ പറയുകയാണ്, നിങ്ങളുടെ ഒരു ദിവസം മാറ്റിവെച്ച് കുട്ടികൾക്ക് വേണ്ടി പങ്കെടുത്ത് ഇവിടെ വന്നാൽ അതിനൊക്കെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം സത്യയും പപ്പിയും പിന്നെ ശിവനും ഒക്കെ വേദിയിൽ തന്നെ വേദിയിലല്ല ഓഡിയൻസ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി ഇങ്ങനെ വരുന്നത് കാണുകയാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇങ്ങനെ നിർത്തുന്നത് കാണുമ്പോൾ ദേ അമ്മ വന്നു എന്നും പറഞ്ഞ് സത്യയും പപ്പിയും കൂടി ഓടി അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ശിവനും ചെല്ലുന്നുണ്ട്. തുടർന്നാണെങ്കിൽ എല്ലാ മത്സരത്തിലും ശിവനങ്ങൾ ജയിച്ചു, ശിവനങ്ങൾ പുലിയാണ്, സമ്മാനമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പറയുകയാണ്. അന്നേരം ശാലിനിയില്ല ആ ഒരു വീഡിയോ കണ്ടിട്ട് ശിവനോടുള്ള ദേഷ്യത്തിലാണ് വന്ന് നിൽക്കുന്നത്. തുടർന്ന് ശരി മക്കൾ ചെല്ല്, ശിവനങ്ങളിനോട് അമ്മയ്ക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വീണ്ടും ആ സ്ഥലത്തേക്ക് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ രാമേട്ടനെ നോക്കുന്നുണ്ട്. രാമേട്ടൻ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണ്. എന്നിട്ട് ശിവൻ അന്നേരം അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്നത് പ്രകാശിൻ്റെയും ചന്ദ്രയുടെയും വിവാഹമാണ്. പക്ഷേ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം നടന്നതായിട്ടാണ്. ഇതിൽ ശിവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനസ്സിലായില്ല എന്നിങ്ങനെ, ശിവൻ സംഭവമൊന്നും അറിഞ്ഞില്ല, ശിവൻ ആ വീഡിയോ കണ്ടതുമില്ല. അന്നേരം മനസ്സിലായില്ല പിന്നെ അഭിനയിക്കുകയാണോ, പിന്നെ എന്തെങ്കിലും ദുരുദ്ദേശം മനസ്സിൽ വെച്ച് കണ്ടാണോ നമ്മുടെ വീടുമായിട്ട് നമ്മുടെ കുടുംബമായിട്ട് ഇയാൾ ശിവൻ അടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാര്യമറിയാൻ തെറ്റിദ്ധരിച്ചാണ് ശാലിനി സംസാരിക്കുന്നത്. കാര്യമറിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. പിന്നെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിക്കുകയാണോ എങ്കിൽ പിന്നെ ഈ കാര്യം അറിയാത്തതായിട്ട് ശിവൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതാ കാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ ഫോണിൽ ആ ഒരു വീഡിയോ ഓണാക്കി ശിവൻ ഇങ്ങനെ നേരെ കാണിക്കുകയാണ്. അന്നേരം ശിവൻ ഇത് കണ്ട് ആകെ അങ്ങ് ദേഷ്യമില്ല, ചെവിയൊക്കെ ഇങ്ങനെ തുടിച്ച് മൂക്കൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുകയാണ്, ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, എനിക്കും വലിയ അഭിമാനം, ഞാൻ എൻ്റെ ജീവിതം തന്നെ കരിവാരി തേക്കൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആകെ നാണം കെട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതുപോലെ എനിക്കും ഉണ്ടൊരു ജീവിതം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. ഒന്നുകിൽ ഇത് പിന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നത് ശാലിനിയുടെ ശത്രുക്കൾ, സർവീസിലുള്ള ഏതെങ്കിലും ശത്രുക്കൾ, അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള ശത്രു, അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് എന്ന് പറയുകയാണ്. കണ്ടെത്തുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പളാണെങ്കിൽ ഈ ശാലിനി ഇങ്ങനെ വന്നിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം PT സാറും പ്രിൻസിപ്പളും കൂടി ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം മാഡം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, തിരക്കാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സഹായം ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. തുടർന്ന് PT സാറ് പറയുന്നുണ്ട്, വന്ന സ്ഥിതിക്ക് 1-2 ട്രോഫി വിജയികൾക്ക് 1-2 ട്രോഫി സമ്മാനമായിട്ട് മാഡത്തിൻ്റെ കൈകൊണ്ട് കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അത് ശാലിനി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശിവനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വേദിയിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആദ്യം ഒരു കൊച്ചുകുട്ടിക്ക് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു സമ്മാനമൊക്കെ എൻ്റെ രക്ഷിതാവിനോടൊപ്പം ശാലിനി നൽകുന്നുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, മത്സരിച്ച 3 ഇനങ്ങളിലും പിന്നെ സമ്മാനം നേടിയ ശിവനാണ്, സത്യഭാമയുടെയും പത്മിനിയുടെ അങ്കിളായ ശിവനാണ് അടുത്ത വിജയ്. ശിവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ഒപ്പം സത്യഭാമയും പത്മിനിയും ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവനാണെങ്കിൽ 2 കുട്ടികളെയും കൊണ്ട് വേദിയിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ട്രോഫി ഇങ്ങനെ ശാലിനി ഒത്തിരി വലിയ ട്രോഫിയാണ്, അതെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അന്നേരം ശിവനും പപ്പിയും സത്യയും കൂടി അത് ചേർന്ന് വാങ്ങുകയാണ്. പക്ഷേ ശാലിനിയുടെ മുഖത്ത് നോക്കാനായിട്ട് ശിവനും, ശിവൻ്റെ മുഖത്ത് നോക്കാനായിട്ട് ശാലിനിയും അവരിങ്ങനെ നോക്കുന്നേ ഉള്ളൂ, ആ ഒരു മടി എന്ന പോലെ ആ ഒരു ദേഷ്യഭാവം ശാലിനിയുടെ മുഖത്ത് അപ്പോഴും ഉണ്ട്. അതിനുശേഷം ട്രോഫി ഇങ്ങനെ കുട്ടികളിങ്ങനെ ആകെ സന്തോഷത്തിലുമാണ്. അതിനുശേഷം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, മത്സരത്തിൽ വിജയിച്ച ശിവൻ 2 വാക്ക് പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവൻ മൈക്കിനടുത്തേക്ക് ചെന്ന് സംസാരിച്ച് തുടങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്, ആരോ എഴുതി വെച്ച് എന്നെ ചെയ്യാനായിട്ട് പറഞ്ഞയച്ച പോലെ ഒരു ഉത്തരവാദിത്തത്തോടെ ഞാനിത് ചെയ്യുന്നു, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഈ കുട്ടികൾക്ക് വേണ്ടി എവറസ്റ്റ് കീഴടക്കാൻ പറഞ്ഞാലും ഒരുപക്ഷെ ഞാനത് ചെയ്തേക്കാം, എന്നെക്കൊണ്ട് ഏതോ ഒരു ശക്തി ഇങ്ങനെ ചെയ്യിക്കുന്നതാണ്, ആ ശക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പം ഇതിനെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന സർവേശ്വരനോടും ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ശിവനെ വാക്ക് നിർത്തുകയാണ്. ശാലിനി ഇതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതിനുശേഷം ശിവൻ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വേദിയിൽ നിന്നിറങ്ങി വീണ്ടും സദസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം സമയമില്ലാഞ്ഞിട്ട് നമ്മുടെ ഇവിടെ എത്തി ട്രോഫി കൊടുത്ത
പിന്നെ കളക്ടറെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു എന്നും പറഞ്ഞ് പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. അപ്പം ശാലിനി എഴുന്നേറ്റ് ചെല്ലുകയാണ്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, പിന്നെ വിജയിക്കാൻ വേണ്ടി ഓടുകയല്ല, തോറ്റാലും ഞാൻ ഓടും എന്ന് പറഞ്ഞുള്ളവർ തന്നെയാണ് ഈ ലോകമെന്ന് പറയുന്നത്. എല്ലാവർക്കും അതിനുള്ള അവസരമൊക്കെ കിട്ടട്ടെ. ഇതിപ്പോൾ പാരൻസിനും ഇങ്ങനെ ഒരു അവസരം കൊടുത്ത്, കുട്ടികളോടൊപ്പം അവസരം കൊടുത്ത സ്കൂൾ മാനേജ്മെൻറ്റിന് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ശാലിനി ഒരു സാഹിത്യ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശിവൻ പറഞ്ഞതുപോലെ ഏതോ ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. സർവേശ്വരൻ്റെ നാടകത്തിൽ, തിരക്കഥ എഴുതിയ നാടകത്തിലെ നടന്മാരാണ് നമ്മളൊക്കെ. അപ്പോൾ അത് നമ്മളിങ്ങനെ അഭിനയിച്ച് തീർക്കുക മാത്രമേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഇങ്ങനെ ഒരു നടത്തിയ സ്കൂൾ മാനേജ്മെൻറ്റിനുമൊക്കെ നന്ദി പിന്നെ ആശംസയൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ എത്തുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു, തന്നെ എത്താനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും പക്ഷേ അതെന്നെ ഒരു ശക്തി ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റേതായ രീതിയിൽ ശാലിനി കുറേയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ വിജയികൾക്ക് അഭിനന്ദനം പിന്നെ പറയുന്നുണ്ട്. അതായത് തോറ്റവർക്ക് വീണ്ടും അവരുടെ തെറ്റ് തിരുത്തി വീണ്ടും മുന്നേറാനായിട്ട് അവസരമുണ്ടാകട്ടെ. ഈ ലോകം ജയിച്ചവരുടേത് മാത്രമല്ല, തോറ്റവരുടേത് കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയും പ്രസംഗിച്ച് നിർത്തുകയാണ്. അന്നേരം സദസ്സിൽ നിന്നുകൊണ്ട് സത്യയും പപ്പിയും ഒക്കെ ആകെ സന്തോഷത്തിൽ ഇങ്ങനെ കൈയടിച്ച് തകർക്കുകയാണ്. പക്ഷേ ശിവൻ ഇങ്ങനെ ശാലിനി പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അത്രയുമാണ് ആ ഒരു സീൻ. ഇതേസമയം അവിടെ ആശ്രമത്തിൽ സുസ്മിത ഉപേന്ദ്രൻ വിളിച്ചുകൊണ്ട് പോകുന്നല്ലോ. ആശ്രമത്തിലെ ഒരു മുറിയിലേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ നോക്കുമ്പോൾ കട്ടിലിൽ ഇങ്ങനെ രാഘവൻ നായരാണെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഉപേന്ദ്രൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് മദ്യം കൊടുത്ത് ഇങ്ങനെ മയക്കി കിടത്തിയിരിക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. ഏട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ പറയുന്നത് പോലെ ഏട്ടൻ എന്തും കേൾക്കും. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഏട്ടനാണെന്ന് തന്നെ ഏട്ടൻ പറയും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കട്ടിൽ കിടക്കുകയാണ്. പക്ഷെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വാക്കിംഗ് സ്റ്റിക്കൊക്കെ എടുത്ത് കട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ ഉപേന്ദ്രൻ പാവമാണ്, അവൻ എൻ്റെ പൊന്നാണ്, അവൻ എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ബോധമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുസ്മിതയ്ക്ക് ഇത് കണ്ട് ആകെ അങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. അന്നേരം വീണ്ടും ഉപേന്ദ്രൻ പറയുകയാണ്, എന്തായാലും എൻ്റെ പേരിൽ ഒരു ദിവസം നഷ്ടമായ ഒരു വീടും പിറമ്പും വീണ്ടും എൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, അതും എഴുതി വാങ്ങിച്ചു, അതെങ്ങനെയും ചോദിക്കുകയാണ്. തുടർന്ന് അവിടെ ഇരിക്കുന്ന ഒരു ഫയലെടുത്ത് സുസ്മിതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ രാഘവൻ നായരാണെങ്കിൽ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ അനിയൻ പാവമാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, അവൻ എന്നെ മലേഷ്യയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ ഒരു മോഹന വാഗ്ദാനവും കൊടുത്തു എന്നിങ്ങനെ സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പറഞ്ഞാണ് ഇത് ഒപ്പിട്ട് വാങ്ങിച്ചത്. മലേഷ്യയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ള പേപ്പറാണെന്ന് പറഞ്ഞു പുഷ്പം പോലെ ഒപ്പിട്ട് തന്നു. വീണ്ടും ഇത് എൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുകയാണ്. കളക്ടറോടുള്ള ഒരു മധുര പ്രതികാരം തന്നെയാണ്. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ പേരിലേക്ക് എഴുതി തരാതെ രാഘവൻ നായരുടെ പേരിലേക്ക് എഴുതിയപ്പോൾ പിന്നെ ഞാൻ അന്ന് ഇത് മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്കും അത് കാണുമ്പോൾ ആകെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം ഇവരുടെ ഈ മുറിയുടെ അപ്പുറത്ത് കൂടി ഇങ്ങനെ ജഗദീപ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരുടെ ഈ സംസാരം ശ്രദ്ധിച്ചിങ്ങനെ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയാണെങ്കിൽ ഉപേന്ദ്രനോട് പറയുകയാണ്, രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് കൂടും കുടുക്കയും ഒക്കെ എടുത്ത് തെരുവിലേക്ക് വീണ്ടും ഇറങ്ങാനായിട്ട് തയ്യാറായി കൊള്ളാൻ പറയണം. അപ്പോൾ അവൾ ആകെ തോറ്റ് നിൽക്കുന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ, അതൊരു ക്ലോസ് അപ്പ് ഫ്രെയിമിൽ ഷൂട്ടിൽ ഒരു ഫോട്ടോ എടുക്കണം. പറ്റുമെങ്കിൽ ഫോണിൽ അതൊന്ന് നേരിട്ട് കാണണം, പറ്റുമെങ്കിൽ അതൊന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ജഗദീപ് ആണെങ്കിൽ ഇങ്ങനെ ഈ രാഘവൻ നേരെ നോക്കുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. ജഗദീപിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്നേരം ഇയാളെന്താ ഇങ്ങനെ പാമ്പായിട്ട് കിടക്കുന്നത്, ഇയാളെ ഇല്ലാതായോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഉപേന്ദ്രൻ അവിടെ ആകെ പിന്നെ ഇതെല്ലാം നേടിയെടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ആകെ സന്തോഷം നിൽക്കുകയാണ്. സുസ്മിതയും സന്തോഷം നിൽക്കുന്നുണ്ട്. വീണ്ടും സത്യഭാമയും ശാലിനിയും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാഘവൻ നായർ വീണ്ടും ഇങ്ങനെ വെച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടും കിടക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ എന്തായാലും കയറി നോക്കാമെന്ന് പറഞ്ഞ് ജഗദീപ് ആണെങ്കിൽ ഇങ്ങനെ വാതിലൂടെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ ഉപേന്ദ്രൻ സുസ്മിത ഇങ്ങനെ സന്തോഷത്തിൽ ഉപേന്ദ്രൻ ആ ഫയൽ എങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജഗദീപിനെ കാണുമ്പോൾ പെട്ടെന്ന്. അന്നേരം അത് കൊള്ളാമല്ലോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ എന്താ ഇവിടെ, ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്, താൻ എന്താടോ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷേ ഉപേന്ദ്രൻ അറിയില്ല ജഗദീപ് അവിടുത്തെ ഒരു സ്റ്റാഫാണ് എന്നുള്ളത് അറിയില്ല. എന്നിട്ട് ഇയാളെന്താ ഇങ്ങനെ കിടക്കുന്നത്, പിന്നെ ഇയാളെ അങ്ങോട്ട് തീർത്തോ കൊന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നാട്ടിലേക്ക് ചെന്നിങ്ങനെ മൂക്കിനടുത്തേക്ക് വിരൽ വെച്ച് നോക്കുന്നുണ്ട്. ശ്വാസമുണ്ട്, പാവം ചത്തില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ഒരു സ്മെല്ല് ജഗദീപിന്
ജഗദീപിന് പിടികിട്ടുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ രാഘവൻ നായരെ മണപ്പിച്ചിട്ട് ഇതെന്താ ചാരായം കൊടുത്താ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. കൊടുത്താ മര്യാദയ്ക്ക് പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഞാനത് റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇതൊരു പിന്നെ ആശ്രമമാണ്, ഇവിടെ ഇതൊന്നും പറ്റില്ല. ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഔട്ട്സൈഡറായി നിങ്ങൾ വന്നതേ തെറ്റ്. പിന്നെ ഇങ്ങനൊരു പ്രവൃത്തി ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ആദ്യം സ്വാമി സ്വരൂപാനന്ദ, പിന്നീട് പോലീസ്, ആഴി എണ്ണിക്കും എന്നൊക്കെ പറഞ്ഞ് ജഗദീപ് ആകെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോൾ, എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രനാണെങ്കിൽ ജഗദീപിനെ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് ജഗദീപിൻ്റെ തലയ്ക്കൊരു കൊട്ടു കൊടുക്കുകയാണ്. അപ്പം ജഗദീപ് അങ്ങ് ബോധം കിട്ടുന്ന പോലെ കട്ടിലിൻ്റെ അപ്പുറത്തേക്ക് മറു സൈഡിലേക്ക് അങ്ങ് വീഴുന്നുണ്ട്. അന്നേരം കൊന്നോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ചത്ത കുഴിച്ചിടാൻ രണ്ടിനെയും കൂടെ ചേർത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപേന്ദ്രൻ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ ശിവനും ശാലിനിയും പിന്നെ സത്യയും പപ്പിയും കൂടി അവർ വിഷ്ണുവിൻ്റെ ജീപ്പിൽ തന്നെയാണ് അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഭാമയും പിള്ളയും പൊന്നിയൊക്കെ ഇങ്ങനെ ഉമ്മർത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. ആദ്യം ശാലിനി ഇറങ്ങുന്നുണ്ട്, കുട്ടികൾ ട്രോഫിയായിട്ട് ഇറങ്ങുകയാണ്. അന്നേരം ഇത് കണ്ടോ സത്യാമ്മയെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ആകെ സന്തോഷത്തിൽ കാണിക്കുകയാണ്. പക്ഷേ ഭാമ അത് നോക്കുന്നില്ല, ശിവനെയും ശാലിനിയും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ടും ഈ കുട്ടികളാണെങ്കിൽ അങ്ങ് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ്, ശിവനങ്ങളാണ് എല്ലാത്തിലും സമ്മാനം നേടി, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ ശിവനങ്ങൾ ഫസ്റ്റാണ്, ഇത് കണ്ട് സത്യമ്മയ്ക്ക് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുക. പക്ഷേ ഭാമ ഇവരുടെ കുട്ടികളോടൊന്നും പറയുന്നില്ല, ഇവർ രണ്ടുപേരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികൾ പക്ഷേ അത് കാര്യമാക്കുന്നില്ല. കുട്ടികൾ പറയുകയാണ്, ഇത് നമുക്ക് അകത്ത് കൊണ്ട് ഷോക്കേസിൽ വെക്കാം എന്ന് പറയുകയാണ്. അന്നേരം മക്കൾ കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ വെച്ചോ എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അച്ഛനെ കൊണ്ടുപോയി കാണിക്കുക, അച്ഛന് സന്തോഷവും, അച്ഛൻ്റെ വിഷ്ണുമോനാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് നമുക്കങ്ങ് പറയാം എന്ന് പറയുമ്പോൾ മക്കൾ കൊണ്ടുപോക്കോ എന്നിങ്ങനെ ഭാമയങ്ങ് അവരെ ഒഴിവാക്കുകയാണ്. അന്നേരം കുട്ടികൾ ട്രോഫിയായിട്ട് ഓടി അച്ഛാന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കുക എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഞാൻ ചിലതൊക്കെ കേട്ടു, അതിൽ സത്യമൊന്നും ഉണ്ടാകില്ല എന്നറിയാം, പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സറിയാനായിട്ട് ചോദിക്കുകയാണ്. നിനക്ക് എങ്ങനെ തോന്നി ശാലിനി എൻ്റെ മോനെ വിഷ്ണുവിനെ മറക്കാനായിട്ട്? നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എൻ്റെ മോൻ വിഷ്ണു നിന്നോട് സ്നേഹത്തോടെ അല്ലാതെ ഒരു വാക്ക് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് നീ അവനെ ചതിച്ചുവല്ലേ? നിനക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കാനായിട്ട് തോന്നുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് സത്യാമ്മ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ വേണ്ട നിർത്തുമെന്നും പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിന്നെ ഒരു മകനെ പോലെയല്ലേ ഞാൻ കണ്ടത്, സ്നേഹിച്ചതൊക്കെ, ഇങ്ങനെ ഒരു ചതി ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണോ നീ ഈ കുടുംബത്തേക്ക് വന്ന് കയറിയത്? നിനക്ക് എങ്ങനെ തോന്നി എന്നോടിത് ചെയ്യാനായിട്ട്? ഞാൻ നിന്നെ പ്രാകാത്തത് ഒരു മകനോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ അത്രയും കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ? നിനക്ക് എങ്ങനെ തോന്നി? ഇത്രയൊക്കെ വഞ്ചന നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഇത്രയ്ക്ക് വിഷമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശിവന് നേരെയും ചോദിക്കുക. അന്നേരം ശിവൻ ഇങ്ങനെ ആകെ അന്തം വിട്ടും നോക്കി നിൽക്കുകയാണ്. ശാലിനി ഇതും കണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിള്ളയും പൊന്നിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ അവിടെ സത്യഭാമ ആ ഒരു വീഡിയോ കണ്ട് വിശ്വസിച്ചാണ് ഇവരോട് ചോദ്യം ചെയ്യുന്നതൊക്കെ. പക്ഷേ അത് ഒന്നുമില്ല എന്നുള്ളത് അവർ മിക്കവാറും അവിടെ ബോധ്യപ്പെടുത്തും. അന്നേരം അവിടെ ഭാമയ്ക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല, പ്രകാശിൻ്റെ ചന്ദ്രയുടെയും വിവാഹമാണ് നടന്നത് എന്നുള്ളത് അവിടെ ഭാമയെ ബോധ്യപ്പെടുത്തുമായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി ബാക്കി എന്താകും എന്നുള്ളത്, രാഘവൻ ആ വീടും പറമ്പൊക്കെ എഴുതി വാങ്ങിച്ചില്ലേ, ഇനി അത് ജഗദീപിൻ്റെ അടവാണോ ആ മയങ്ങി വീണത് എന്നുള്ളത്, അതോ ഇനി തിരിച്ച് ആ ഒരു ഫയലൊക്കെ നശിപ്പിച്ച് കളയോ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, താങ്ക് യു.